ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലിറ്ററേച്ചർ ചോയ്സ്. ഇന്ന് അപ്രോച്ചസ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ചെയ്യുന്നത്. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് കാണാത്തവർ കാണുക. അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, തുടർന്നുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ. അതുപോലെ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട്. Approaches of teaching English. First is structural approach, communicative approach, oral approach, humanist approach. Humanist approachന്റെ 3 മെത്തഡോളജീസ് ആണ്: സൈലന്റ് വേ, സജസ്റ്റോപീഡിയ, കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ്. നാച്ചുറൽ അപ്രോച്ച്, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്, കോമ്പറ്റൻസി ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ്, ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ്, ഹോൾ ലാംഗ്വേജ് അപ്രോച്ച്, നോഷണൽ ഫങ്ഷണൽ അപ്രോച്ച്. അപ്പോൾ ഇത്രയും അപ്രോച്ചസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് വരെയാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള അപ്രോച്ചസ് ഞാൻ വേറൊരു വീഡിയോയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി എന്താണ് സ്ട്രക്ചറൽ അപ്രോച്ച് എന്ന് നോക്കാം. സ്ട്രക്ചറൽ അപ്രോച്ചിൻ്റെ ഫീച്ചേഴ്സ്: ഇറ്റ് ഫോക്കസസ് ഓൺ ഡെവലപ്പിംഗ് ലിംഗ്വിസ്റ്റിക് കോമ്പറ്റൻസ്, കെയർഫുള്ളി സെലക്റ്റഡ് ആൻഡ് ഗ്രേഡഡ് ലാംഗ്വേജ് മെറ്റീരിയൽസ്, സ്ട്രെസ് ഓൺ സിൻടാക്റ്റിക്കൽ ആസ്പെക്ട്സ്, based on behavioral psychology, accuracy is more important. ഇത്രയാണ് സ്ട്രക്ചറൽ അപ്രോച്ചിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ഇനി എന്താണ് സ്ട്രക്ചറൽ അപ്രോച്ച്? അപ്പോൾ ഈ സ്ട്രക്ചറൽ അപ്രോച്ചിൽ അതിൻ്റെ പേര് പോലെ തന്നെ സ്ട്രക്ചേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു അപ്രോച്ചാണ് സ്ട്രക്ചറൽ അപ്രോച്ച്. ഡയറക്റ്റ് മെത്തേഡിന് ഓൾട്ടർനേറ്റീവായിട്ട് വന്ന ഒരു അപ്രോച്ചാണ് സ്ട്രക്ചറൽ അപ്രോച്ച്. സ്ട്രക്ചറൽ അപ്രോച്ച് ഈസ് ദ പ്രസൻറ്റേഷൻ ആൻഡ് പ്രാക്ടീസ് ഓഫ് കെയർഫുള്ളി സെലക്റ്റഡ് ആൻഡ് ഗ്രേഡഡ് ഗ്രാമാറ്റിക്കൽ മെറ്റീരിയൽസ് ഓഫ് ഇംഗ്ലീഷ് ഇൻ എഫക്റ്റീവ് ആൻഡ് മീനിങ്ഫുൾ സിറ്റുവേഷൻസ്, ഇനീഷ്യലി ത്രൂ സ്പീച്ച് ആൻഡ് ലേറ്റർ ത്രൂ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. അതായത് ഈ സ്ട്രക്ചറൽ അപ്രോച്ചിൽ കെയർഫുള്ളി സെലക്റ്റഡ് ആൻഡ് ഗ്രേഡഡ് ഗ്രാമാറ്റിക്കൽ മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ സ്ട്രക്ചേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ഇറ്റ് ഹെൽപ്സ് ലേണേഴ്സ് അക്വയർ മാസ്റ്ററി ഓഫ് സ്ട്രക്ചേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അപ്രോച്ചിൻ്റെ ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത് മാസ്റ്ററി ഓഫ് സ്ട്രക്ചേഴ്സ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ അക്വിസിഷൻ ഓഫ് വൊക്കാബുലറി എന്നാണ്. അതായത് മാസ്റ്ററി ഓഫ് സ്ട്രക്ചേഴ്സ് ആണ് കൂടുതൽ വൊക്കാബുലറി അക്വിസിഷനേക്കാളും ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രക്ചർ മീൻസ് ദ വേ ഓഫ് വേർഡ്സ് ആൻഡ് വേർഡ് ഗ്രൂപ്പ് ആർ അറേഞ്ച്ഡ് ടു ഫോം മീനിങ് സെൻറ്റൻസസ്. അതായത് ഒരു സെൻറ്റൻസ്, മീനിങ് ഒരു സെൻറ്റൻസ് കിട്ടാനായിട്ട് വേർഡ്സിനെ അല്ലെങ്കിൽ വേർഡ് ഗ്രൂപ്പിനെ അറേഞ്ച് ചെയ്യുന്ന വേയാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ സെൻറ്റൻസ് പാറ്റേൺസ്, ഫ്രേസ് പാറ്റേൺസ്, ഫോർമുലാസ്, ഇഡിയംസ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു അപ്രോച്ചിൽ കുട്ടികൾക്ക് സ്ട്രക്ചേഴ്സിൽ മാസ്റ്ററി ഉണ്ടാക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്സ്, ഇത് പഠിപ്പിക്കാനുള്ള ടെക്നിക്സ് ആണ് ഡയലോഗ് മെമ്മറൈസേഷൻ, ഡ്രിൽസ്, യൂസ് ഓഫ് മിനിമൽ പെയേഴ്സ്, ലാംഗ്വേജ് ഗെയിംസ്, ഫില്ലിംഗ് ഗ്യാപ്സ് ഇൻ ഡയലോഗ്സ്. ഇങ്ങനെയുള്ള ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ അപ്രോച്ചിൽ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇറ്റ് ഇംപ്രൂവ്സ് ഫ്ലുവൻസി ഓഫ് സ്പീച്ച്, ഇറ്റ് ഗിവ്സ് സഫിഷ്യൻറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ എക്സ്പ്രഷൻ ആൻഡ് സ്ട്രെസ് ഓൺ സിൻടാക്റ്റിക്കൽ ആസ്പെക്ട്സ്. സിൻടാക്റ്റിക്കൽ ആസ്പെക്ട്സിനെ സ്ട്രെസ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ്. സിൻടാക്റ്റിക്കൽ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സ്ട്രക്ചേഴ്സിനെ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു അപ്രോച്ചാണിത്. ആൻഡ് എംഫസൈസ് ഓൺ അക്യുറേറ്റ് പ്രൊനൗൺസിയേഷൻ ആൻഡ് ഇറ്റ് ഹെൽപ്സ് ലേണേഴ്സ് അക്വയർ മാസ്റ്ററി ഓഫ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹയർ ക്ലാസ്സസ്, ഇറ്റ് നെഗ്ലെക്ട്സ് വൊക്കാബുലറി എക്സ്പാൻഷൻ, ഇറ്റ് ഇഗ്നോർസ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. അപ്പോൾ ഇത്രയാണ് സ്ട്രക്ചറൽ അപ്രോച്ചിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചാണ്. കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചിൻ്റെ ഫീച്ചേഴ്സാണ് എയിംസ് ടു ഡെവലപ്പ് ബോത്ത് ആക്യുറസി ആൻഡ് ഫ്ലുവൻസി, it focuses on developing communicative competence, meaning is more important than form, it makes use of real life situations and contextualization. അപ്പോൾ ഇത്രയാണ് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് ഈസ് എ മോഡേൺ അപ്രോച്ച് ദാറ്റ് ഫോക്കസസ് ഓൺ ഓൾ ദ കോമ്പണൻസ് ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് കോമ്പറ്റൻസ് ഓഫ് ദ ലേണർ. ഇതൊരു മോഡേൺ അപ്രോച്ചാണ്. ഇതിൽ കമ്മ്യൂണിക്കേഷനാണ്, പേര് പോലെ തന്നെ കമ്മ്യൂണിക്കേഷനാണ് ഈ അപ്രോച്ചിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആൻഡ് മദർ ടങ് ഹാസ് നോ റോൾ ഇൻ കമ്മ്യൂണിക്കേറ്റീവ്
approach. However, judicious use of mother tongue can be allowed എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചിൽ ടീച്ചറിൻ്റെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടീച്ചർ ഒരു മോണിറ്ററായിട്ട്, അതുപോലെ റിസർച്ചറായിട്ട്, കോ ലേണർ, പ്രോംപ്റ്റർ, കൗൺസിലർ, അനലിസ്റ്റ് ഒക്കെ ആയിട്ടാണ് ടീച്ചർ പ്രവർത്തിക്കുന്നത്. കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചിൻ്റെ മെറിറ്റ്സ് ആയിട്ട് പറയുന്നത് കോണ്ടക്സ്ചലൈസേഷൻ. നമ്മൾ സന്ദർഭോചിതമായിട്ടാണ് ഇതിൽ കോണ്ടക്സ്ചലൈസേഷൻ എന്ന് പറയുന്ന ഫീച്ചർ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സന്ദർഭോചിതമായിട്ടാണ് ഇതിനെ പഠിപ്പിക്കുന്നത്. ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. ഡെവലപ്സ് പീപ്പിൾസ് കോൺഫിഡൻസ് ആണ്. ആക്റ്റീവ് ഇൻ്ററാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ മെറിറ്റ്സ്. എന്തായിരിക്കും ലിമിറ്റേഷൻസ്? ലാക്ക് ഓഫ് അപ്രോപ്രിയേറ്റ് സിലബസ്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സിലബസ് ഫോളോ ചെയ്യുന്നില്ല. പിന്നെ ഓവർ കൺസെപ്ഷൻ ഓഫ് ടൈം. ഇറ്റ് റിക്വയേഴ്സ് കോമ്പറ്റൻറ്റ് ടീച്ചേഴ്സ്. ഇത്രയൊക്കെയാണ് അതിൻ്റെ ഡിമെറിറ്റ്സ്. പിന്നെ ഈ സ്ട്രക്ചറൽ അപ്രോച്ചും കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചും തമ്മിൽ കമ്പയർ ചെയ്ത് പറയാച്ചാൽ സ്ട്രക്ചറൽ അപ്രോച്ചിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഡെവലപ്പിംഗ് ലിംഗ്വിസ്റ്റിക് കോമ്പറ്റൻസ് ആണ്. എന്നാൽ കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചിൽ ഫോക്കസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേറ്റീവ് കോമ്പറ്റൻസ് ആണ്. സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക് കോമ്പറ്റൻസ് ആണെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവിൽ കമ്മ്യൂണിക്കേറ്റീവ് കോമ്പറ്റൻസിനാണ്. അതുപോലെ സ്ട്രക്ചറൽ അപ്രോച്ചിൽ അക്യുറസിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നാൽ കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചിൽ ഫ്ലുവൻസിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അടുത്ത അപ്രോച്ച് ഓറൽ അപ്രോച്ച്. ഓറൽ അപ്രോച്ചിൻ്റെ ഫീച്ചേഴ്സ് എംഫസൈസ് ഓൺ ഓറൽ ആസ്പെക്ട്സ്. ഇറ്റ്സ് മോട്ടോ ഈസ് സ്പീച്ച് ബിഫോർ റൈറ്റിംഗ്. സ്കിൽസ് ഓഫ് ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് ആർ ഡെവലപ്ഡ്. ഓറൽ അപ്രോച്ചിൻ്റെ ഫീച്ചേഴ്സാണത്. അപ്പോൾ ഓറൽ അപ്രോച്ച് എന്ന് പറയുന്നത് അതിൻ്റെ പേര് പോലെ തന്നെ ഇറ്റ് ഈസ് എ ടീച്ചിങ് അപ്രോച്ച് ദാറ്റ് ഗിവ്സ് എംഫസൈസ് ടു ഇറ്റ്സ് ഓറൽ ആസ്പെക്ട്സ്. ഓറൽ ആസ്പെക്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു അപ്രോച്ചാണ് ഓറൽ അപ്രോച്ച്. അതിൻ്റെ അഡ്വാൻറ്റേജസ്: സ്കിൽസ് ഓഫ് ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് ആർ ഡെവലപ്ഡ്. ഇറ്റ് പ്രൊവൈഡ്സ് എ സൗണ്ട് ബേസ് ഫോർ ഡെവലപ്പിംഗ് ദ സ്കിൽസ് ഓഫ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ഇറ്റ് ഹെൽപ്സ് ലേണേഴ്സ് യൂസ് ഓഫ് ലാംഗ്വേജ് ഫ്ലുവൻ്റ്ലി ആൻഡ് കറക്റ്റ്ലി എന്നൊക്കെയാണ് പറയുന്നത്. ഇനി അടുത്ത അപ്രോച്ച് ഹ്യൂമനിസ്റ്റ് അപ്രോച്ച്. അതിൻ്റെ ഫീച്ചേഴ്സ്: ഇറ്റ് ഡെവലപ്സ് പ്രോബ്ലം സോൾവിങ് ആൻഡ് റീസണിങ് എബിലിറ്റി, ഡിസ്കവറി ലേണിംഗ്, കോഓപ്പറേറ്റീവ് ലേണിംഗ്, സ്കഫോൾഡിംഗ് ബൈ ദ ടീച്ചർ, ചൈൽഡ് സെൻറ്റേർഡ്നെസ്, ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ വാല്യൂസ്. ഇറ്റ് റിജക്ട്സ് സ്ട്രിക്റ്റ് ആൻഡ് റിഗറസ് അപ്രോച്ചസ്. ഇത്രയാണ് ഫീച്ചേഴ്സ്. അപ്പോൾ എന്താണ് ഹ്യൂമനിസ്റ്റ് അപ്രോച്ച്? അപ്പോൾ ഹ്യൂമനിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് അത് നമുക്കറിയാം, ഹ്യൂമനിസം ഇസ് എ സൈക്കോളജിക്കൽ തോട്ട് ദാറ്റ് പ്ലേസസ് പ്രൈം ഇമ്പോർട്ടൻസ് ഓൺ ദ വെൽഫെയർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്ന് വെച്ചാൽ ഒരു ലാംഗ്വേജ് ടീച്ചിങ് അപ്രോച്ചാണ് ദാറ്റ് എംഫസൈസ് ഹ്യൂമനിസം ആസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് എലമെൻറ്റ് ഇൻ ദ ടീച്ചിങ് പ്രോസസ്സ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഈ അപ്രോച്ചിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ മോഡേൺ അപ്രോച്ച് ദാറ്റ് സീസ് ലാംഗ്വേജ് ലേണിംഗ് ആസ് എ പ്രോസസ് വിച്ച് എൻഗേജ് ഹോൾ പേഴ്സൺ ഇൻക്ലൂഡിംഗ് ഹിസ് ഇൻ്റലക്ച്വൽ, സ്പിരിച്വൽ, ഇമോഷണൽ നീഡ്സ് ആൻഡ് ഇറ്റ് അപ്ഹോൾഡ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ദെയർ വെൽഫെയർ. അപ്പോൾ അതായത് മനുഷ്യൻ്റെ വെൽഫെയറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു അപ്രോച്ചാണ് ഹ്യൂമനിസ്റ്റ് അപ്രോച്ച്. ആൻഡ് ഇതിൽ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഉണ്ടാവുക. അത് ഇറ്റ് ഷുഡ് ബി ജോയ്ഫുൾ ആൻഡ് ഈസി. ഫൺ ഇൻ ദ ക്ലാസ് ആക്ടിവിറ്റീസ് ഫെസിലിറ്റേറ്റ്സ് ലേണിംഗ് ഫർദർ. അപ്പോൾ ഹ്യൂമനിസ്റ്റ് അപ്രോച്ചിൽ എംഫസൈസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസിൻ്റെ തോട്ട്സിനും ഫീലിങ്സിനും ഇമോഷൻസിനും ഒക്കെയാണ്. അപ്പോൾ ഇതിൽ ടീച്ചർ എങ്ങനെയായിരിക്കും? ടീച്ചർ ഒരു കൺട്രോളർ അല്ല, മറിച്ച് ഒരു റിയൽ ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് ഈ ഹ്യൂമനിസ്റ്റ് അപ്രോച്ചിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഹ്യൂമനിസ്റ്റ് അപ്രോച്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത് ഓവർ എംഫസൈസ് ഓൺ ഇമോഷണൽ എക്സ്പ്രഷൻ എന്നുള്ളതാണ്. ഇനി ഹ്യൂമനിസ്റ്റ് അപ്രോച്ച് ഹാസ് ഗിവൺ റൈസ് ടു 3 prominent methodologies that are the silent way, suggestopediya and community language learning. അതിൽ എന്താണ് സൈലൻറ്റ് വേ എന്ന് നോക്കാം. അതിൻ്റെ ഫീച്ചേഴ്സ്: ഡെവലപ്ഡ് ബൈ ഗെറ്റ് ആൻഡ് ഗോ, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ലേണിംഗ് ടു ലേൺ, പിയർ കറക്ഷൻ, ഇൻഡയറക്റ്റ് റോൾ ഓഫ് ടീച്ചർ, ഇൻഡക്റ്റീവ് ടീച്ചിങ് ഓഫ് ഗ്രാമർ ഈസ് ഫോളോഡ്, പ്രോബ്ലം സോൾവിങ് അപ്രോച്ച് ഈസ് ഫോളോഡ്. ഇപ്പോൾ ഇതൊക്കെയാണ് സൈലൻറ്റ് വേയുടെ ഫീച്ചേഴ്സ്. ഇനി എന്താണ് സൈലൻറ്റ് വേ? അപ്പോൾ ഇൻ സൈലൻറ്റ് വേയിൽ ദ ടീച്ചർ റിമൈൻസ് സൈലൻറ്റ് ആസ് മച്ച് ആസ് പോസിബിൾ ഇൻ ദ ക്ലാസ് റൂം ബട്ട് ദ ലേണേഴ്സ് ആർ എൻകറേജ്ഡ് ടു പ്രൊഡ്യൂസ് ആസ് മച്ച് ലാംഗ്വേജ് ആസ് പോസിബിൾ. സൈലൻറ്റ് വേയിൽ ടീച്ചർ സൈലൻ്റ് ആയിരിക്കും, മറിച്ച് കുട്ടികൾ ലേണേഴ്സ് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സൈലൻറ്റ് വേ. നമുക്കറിയാം സൈലൻസ് ഈസ് കൺസിഡേർഡ് ആസ് ദ ബെസ്റ്റ് വെഹിക്കിൾ ഫോർ ലേണിംഗ്.
അപ്പോൾ ടീച്ചർ സൈലൻ്റ് ആയിരിക്കുമ്പോൾ കുട്ടികളുടെ ഒരു ആക്റ്റീവ് ഇൻറ്ററാക്ഷൻ, കുട്ടികൾക്കിടയിൽ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻ തന്നെ ഉണ്ടാകാൻ സാധിക്കും. ഇനി ഈ സൈലൻറ്റ് വേയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കി. ഇനി അതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് വെരി ലിമിറ്റഡ് ടോപ്പിക്സ് ക്യാൻ ബി ടോട്ട് ഇൻ ദിസ് വേ എന്നാണ്. അത് വളരെ കുറച്ച് ടോപ്പിക്സ് ആണ് ഈ സൈലൻറ്റ് വേയിലൂടെ പഠിപ്പിക്കാൻ പറ്റൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ. ഇനി അടുത്തത് സജസ്റ്റോപീഡിയ. അപ്പോൾ ഈ സജസ്റ്റോപീഡിയയുടെ ഫീച്ചേഴ്സാണ് ഡെവലപ്ഡ് ബൈ ബൾഗേറിയൻ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ജോർജി ലൊസാനോവ് ആൻഡ് നോൺ ആസ് ഡി സജസ്റ്റോപീഡിയ. And it facilitates learning through joy and easiness, teacher centered. അപ്പോൾ ഈ സജസ്റ്റോപീഡിയയുടെ ഫീച്ചേഴ്സാണിത്. അപ്പോൾ ഇതിൽ ഇനി എന്താണ് സജസ്റ്റോപീഡിയ? ഇറ്റ് ഈസ് എ ലാംഗ്വേജ് ടീച്ചിങ് മെത്തേഡ് ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് ലേണിംഗ് ത്രൂ ജോയ് ആൻഡ് ഈസിനെസ്. അപ്പം ഈ സജസ്റ്റോപീഡിയ എന്ന് പറയുന്ന സജസ്റ്റോപീഡിയ ഉണ്ടായിരിക്കുന്നത് സജഷൻ ആൻഡ് പെഡഗോഗി എന്ന 2 ടേംസ് കമ്പൈൻ ചെയ്തിട്ടാണ് സജസ്റ്റോപീഡിയ എന്നുള്ള ആ നെയിം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സജസ്റ്റോപീഡിയ ആർ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ദി ക്ലാസ് റൂം, ദ യൂസ് ഓഫ് മ്യൂസിക് ആൻഡ് അതോറിറ്റേറ്റീവ് ബിഹേവിയർ ഓഫ് ദ ടീച്ചർ. അപ്പോൾ ഇതിൽ മ്യൂസിക്കിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ മ്യൂസിക് റിലാക്സസ് ലേണേഴ്സ് ആൻഡ് ലേണിംഗ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ഇമിറ്റേഷൻ, ക്വസ്റ്റ്യൻ ആൻസർ ആൻഡ് റോൾ പ്ലേ. അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തുന്ന ഒരു ലേണിംഗ് ആക്ടിവിറ്റീസാണ് ക്വസ്റ്റ്യൻ ആൻസർ, റോൾ പ്ലേ, ഇമിറ്റേഷൻ ഇവയൊക്കെ. അപ്പോൾ ഇതിൽ ടീച്ചറാണ് സെറ്റ്സ് സിറ്റുവേഷൻ ആൻഡ് പ്രസൻസ് ലിംഗ്വിസ്റ്റിക് മെറ്റീരിയൽസ് എഫക്റ്റീവ്ലി. അപ്പോൾ ഈ സജസ്റ്റോപീഡിയനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. ഇനി അടുത്തത് CLL ആണ്, കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ്. അപ്പോൾ CLLൻ്റെ ഫീച്ചേഴ്സ് ഡെവലപ്ഡ് ബൈ ചാൾസ് എ കറൻ, അപ്ലൈസ് ദ ടെക്നിക്സ് ഓഫ് കൗൺസലിംഗ് ടു ലാംഗ്വേജ് ലേണിംഗ്. ഇറ്റ് മേക്സ് യൂസ് ഓഫ് സർട്ടൻ ആസ്പെക്ട്സ് ഓഫ് ബൈലിംഗൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അപ്പോൾ ഇനി കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് എന്ന് വെച്ചാൽ, കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സോഷ്യൽ പ്രോസസ്സ്. ദ തിയറി ഓഫ് കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് വ്യൂസ് ലേണിംഗ് ആസ് എ സോഷ്യൽ പ്രോസസ്സ്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ടീച്ചിങ് അപ്രോച്ച് അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇൻ വിച്ച് സ്റ്റുഡൻസ് വർക്ക് ടുഗെദർ ടു ഡെവലപ്പ് വാട്ട് ആസ്പെക്ട്സ് ഓഫ് എ ലാംഗ്വേജ് ദേ വുഡ് ലൈക്ക് ടു ലേൺ. അപ്പോൾ ഇതിൽ കുട്ടികൾ ഒന്നിച്ച് ചേർന്നിട്ട് അവർക്ക് ലാംഗ്വേജിൻ്റെ ഏത് ആസ്പെക്ട്സ് ആണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് തീരുമാനിക്കേണ്ട കുട്ടികൾ ഒന്നിച്ചിരുന്ന് പഠിപ്പിക്കുന്ന ഒരു അപ്രോച്ചാണ് CLL. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി കൗൺസിലിംഗ് അപ്രോച്ച്. ഒരു കൗൺസിലിംഗ് അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ചാണിത്. ഇനി ഇൻ വിച്ച് ദ ടീച്ചർ ആക്ട് ആസ് എ കൗൺസിലർ ആൻഡ് പാരഫ്രൈസർ. ടീച്ചർ ഇതിലെ ഒരു കൗൺസിലറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ കുട്ടികൾ എങ്ങനെയായിരിക്കും? ലേണർ ഈസ് സീൻ ആസ് ക്ലൈൻറ്റ് ആൻഡ് കൊളാബറേറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിങ്ങിൽ ഇറ്റ് അപ്ഹോൾഡ്സ് 2 kinds ഓഫ് ഇൻ്ററാക്ഷൻസ്. 2 തരത്തിലുള്ള ഇൻ്ററാക്ഷൻസ് ആണ് ഇത് അപ്ഹോൾഡ് ചെയ്യുന്നത്. ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ലേണേഴ്സ് ദംസെൽസും ആൻഡ് ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ലേണേഴ്സ് ആൻഡ് നോവേഴ്സ് മീൻസ് ടീച്ചേഴ്സ്. അപ്പം ഇതൊക്കെയാണ് ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ലേണേഴ്സ് ദംസെൽസ് ആൻഡ് ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ലേണേഴ്സ് ആൻഡ് നോവേഴ്സ്. അപ്പം interaction between learners facilitate deep intimacy among them. The class becomes a community of learners. കുട്ടികൾക്കിടയിലുള്ള ഇൻട്രാക്ഷൻ എന്തുണ്ടാക്കുന്നു? ഒരു ഡീപ്പ് ഇൻറ്റിമസി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് ലിസണിങ്, കോൺവെർസേഷൻ, റെക്കോർഡിങ്, റിഫ്ലക്ഷൻ, ട്രാൻസ്ലേഷൻ ഇവയൊക്കെ. അപ്പോൾ ഇതിൽ ഗ്രൂപ്പ് വർക്ക്സ് ആർ ഓർഗനൈസ്ഡ് ആൻഡ് ടെക്സ്റ്റ് ബുക്ക് ഈസ് നോട്ട് എസെൻഷ്യൽ. ടീച്ചർ ഡെവലപ്സ് മെറ്റീരിയൽസ്. ടീച്ചറാണ് മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്യുന്നത്, ടെക്സ്റ്റ് ബുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റേഷനായിട്ട് പറയുന്നതും അത് തന്നെയാണ്. ടെക്സ്റ്റ് ബുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ലാക്ക് ഓഫ് സിലബസ് മേ എഫക്റ്റ് കരിക്കുലർ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇവാലുവേഷൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിമിറ്റേഷൻ. അപ്പോൾ ഇത്രയാണ് അപ്രോച്ചസിനെ കുറിച്ച് ഇത്രയും അപ്രോച്ചസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.